നമസ്കാരം. ഒത്തിരി നാൾ കൂടിയാട്ടോ ലോങ് വീഡിയോ എടുക്കുന്നത്. കുറേ നാളുകളായി. അപ്പം ചുമ്മാ ഇരുന്നപ്പോൾ ഓണമൊക്കെ ആവുകയാണല്ലോ, എന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു കേട്ടോ. ഷോർട്ട് വീഡിയോകളൊക്കെ എടുക്കാറുണ്ട്, എങ്കിലും ലോങ് വീഡിയോ കുറേ നാളായി എടുത്തിട്ട്. ഒരു 3-4-5 മാസമായി എന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. നമ്മളെപ്പോഴും എന്താ ചിന്തിക്കണേ, നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കണം. ഓണമൊക്കെ അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പല സാഹചര്യങ്ങൾക്കും പലർക്കും, എല്ലാവർക്കും ഒന്നുമല്ല, അതിന് സാധിക്കാതെയൊക്കെ വന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ പൈസ, ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ എല്ലാവർക്കും ജോലിക്കാർക്ക് മാത്രമേ വല്ല 2000 രൂപയോ 3000 രൂപയൊക്കെ ബോണസൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ. ഗവൺമെൻറ് ജോലിക്കാർക്കോ അല്ലെങ്കിൽ കമ്പനി ജോലിക്കാർക്കൊക്കെ ചില കമ്പനികൾ കൊടുക്കാറുമില്ല, ചിലർക്ക് കിട്ടും. അല്ലാത്ത പണിക്കാർക്കൊക്കെ ബോണസൊന്നും കിട്ടില്ലല്ലോ അല്ലേ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം കാണും. എല്ലാവരെ പോലെ ഓണം ആഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ കാണും. പക്ഷെ പലപ്പോഴും പലർക്കും അത് നടക്കുകയും ഇല്ല ഇല്ലേ. എങ്ങനെയാണ് ഒരു ദിവസം കഴിഞ്ഞു പോണേന്ന് ഓർത്തോണ്ടിരിക്കും. ഫീസ് അടയ്ക്കണം, പരീക്ഷ വരുന്നു, ഓരോ സെമസ്റ്റർ ഫീസുകൾ അടയ്ക്കാനുണ്ട്, വാടകയ്ക്ക് കൊടുക്കണവർക്ക് വാടക കാശ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ വാടക പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ നൂറ് പ്രശ്നങ്ങളിൽ കൂടെ മനുഷ്യൻ കടന്നു പോകും. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ എപ്പോഴെങ്കിലും ജീവിക്കുന്നുണ്ടോ? നമുക്ക് എപ്പോഴെങ്കിലും ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളോർക്കും നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് അവരൊരു ജോലിയായി കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ സന്തോഷിക്കാം, എന്തെങ്കിലുമൊക്കെ നമ്മൾ രക്ഷപ്പെടും എന്നോർക്കും. അപ്പോഴത്തേനും ഒന്നെങ്കിൽ നമ്മൾ വീടുണ്ടാക്കി വയ്ക്കും. ഒരു ഉദ്ദേശം ഒരു 35 വയസ്സ് കഴിഞ്ഞ് 35+ ആയിട്ടുള്ള മനുഷ്യർക്ക് അറിയാം, അവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ മക്കൾ +2 കഴിഞ്ഞിട്ടിരിക്കുന്നവർക്കും അറിയാം, ഹയർ സ്റ്റഡീസിന് വിടാൻ വേണ്ടിയിട്ടും ഒക്കെ പിന്നെ ലോണുകളായി, അതായി ഇതായി, ഹൗസിംഗ് ലോണായി, പിന്നെ ഒരു വാഹനം എന്തെങ്കിലും ഒരെണ്ണം മേടിക്കും, പഴയതോ പുതിയതോ എന്തുമാകട്ടെ, അതും മേടിച്ച് നമ്മൾ എപ്പോഴും കഷ്ടപ്പാടിക്കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരു സമാധാനം കാണത്തില്ല. അത്യാവശ്യം ഒന്നും വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നവർക്ക് വേണമെങ്കിൽ സമാധാനം കണ്ടുവന്നിരിക്കുക. കാരണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള എന്നാണെന്നറിയാമോ? എനിക്കപ്പോൾ ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാമായിരുന്നു, എനിക്ക് മറ്റുള്ളവരെ പോലെ കുറച്ച് കാലമല്ലേ ജീവിക്കാവുള്ളൂ എന്നിങ്ങനെ ഒരു ചിന്ത കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകും. ശരിയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മളെല്ലാ കാര്യവും ഓർത്ത് ദുഃഖിക്കുന്നത്. ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഓർക്കും ഓടിപ്പിടിച്ച് നടന്ന് ഇങ്ങനെ ജീവിച്ചാൽ മതി, ഇന്നും നമുക്ക് ഈ ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന അല്ലേ. പക്ഷേ മക്കളൊക്കെ പഠിച്ചൊരു നിലയെത്തി സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും ഉള്ള ലോൺ അടയ്ക്കലും, ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് അസുഖങ്ങളും കയറി പിടിക്കും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നുമില്ലാത്ത അസുഖങ്ങളും വന്നുകൂടും. സമാധാനക്കേട്, മക്കളെ കെട്ടിക്കണം, മക്കളുടെ ഇനി എന്താ അവർക്കൊരു ജോലി കിട്ടണതിന് പ്രാർത്ഥനയായി, മക്കളുടെ കല്യാണം നടത്തണം എന്നുള്ള ചിന്തയായി, പിന്നെ നമ്മുടെ വീടൊന്ന് മെയിൻ്റനൻസ് ചെയ്യണം, ഇച്ചിരി നല്ലതാക്കണം, വണ്ടി മേടിക്കണം എന്ന് വേണ്ട. നമുക്കൊരു സമാധാനമുള്ള സമയങ്ങൾ കുറച്ച് സമയമേ ഉള്ളൂ അല്ലേ. എപ്പോഴെങ്കിലും കിട്ടുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരിക്കലും സമാധാനമില്ല. ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ എല്ലാ മനുഷ്യരും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന മനുഷ്യരാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, നമുക്ക് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ നല്ല പ്രായത്തിൽ, ഒരു 25+ ഒക്കെ ആകുമ്പോൾ. അപ്പം നമ്മൾ അന്ന് തൊട്ട് നമ്മൾ കൊച്ചു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ ജീവിച്ച പോലെ നമ്മുടെ മക്കളെ ജീവിപ്പിക്കാൻ. അതായത് നല്ല മക്കളായിട്ട് വളർത്തണം, അവരെ സ്നേഹത്തോടെ വളർത്തണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ എന്താ പറയുന്നത്, സമ്പാദിക്കാനും കൂടെ പഠിപ്പിച്ചു വയ്ക്കണം. അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഒരു 45+ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വെറുതെ ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരും. കാരണം പൈസ മറ്റുള്ളവരിൽ നിന്ന് കടം മേടിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ വരും. നമുക്ക് തികയില്ല, എന്ത് കാര്യം ചെയ്താലും എന്തോരം കിട്ടിയാലും തികയാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണേലും ഒറ്റപ്പെടും. മക്കളൊക്കെ എവിടെയെങ്കിലും പോയി അവരുടെ കാര്യങ്ങളായി അവർക്ക് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പം അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാണ്ട് അതിലെ നന്മകൾ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാണ്ട് എൻ്റെ മക്കളിട്ടിട്ട് പോയി, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, അവർ ജോലി ചെയ്താൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അവർക്ക് എപ്പോഴും നമ്മളെ വിളിച്ച് സ്നേഹാന്വേഷണം കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം നടക്കില്ല. അപ്പം അതോർത്ത് ഞാൻ ഇഷ്ടംപോലെ അമ്മമാരെ കേൾക്കാറുണ്ട്. ഞാനൊരു അമ്മമാരുടെ ഒരു കൂട്ടായ്മയിൽ പോയി കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെ മക്കൾ അന്വേഷിക്കുന്നില്ല, വിളിക്കുന്നില്ല എന്നും വിളിക്കും. നമുക്കും ആകാമല്ലോ, നമ്മൾ അങ്ങോട്ട് വിളിച്ചേക്കുക. കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അവരുടെ സാഹചര്യം കൂടെ, അവർ വേറുള്ള നാട്ടിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ അവരുടെ സാഹചര്യവും കൂടെ അമ്മമാരും അച്ഛന്മാരും മനസ്സിലാക്കിയിരിക്കുക. അവർക്ക് എപ്പോഴും ഒന്നും വിളിക്കാൻ പറ്റിയില്ല, വിളിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കാരണമാണല്ലോ അവർ ഈ ഭൂമിയിലേക്ക് വന്നത്, അവരെ പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ നമ്മളെ നോക്കിയില്ല എന്നോ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും അവനൊന്ന് വിളിച്ചതന്നെ അല്ലെ അവൾക്കൊന്ന് വിളിച്ചതന്നെ ഞാൻ ഇത്രയും വളർത്തിയതല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ എന്ന്. അത് അവർക്കറിയേണ്ട കാര്യമില്ല എന്ന്. ഇനി നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ അവർ പറയും ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ വളർത്തിയത് എങ്ങനെ ചോദിക്കുന്ന കേൾക്കണേക്കാളും ഭേദമല്ലേ. നമ്മളുള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമുക്ക് എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യാൻ, പ്രത്യേകിച്ചും ഒരു 45+ ആയിട്ടുള്ളവർക്ക് നല്ല എക്സസൈസുകൾ ചെയ്യുക. ആ സമയത്ത് വരുന്ന BP, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നന്നായിട്ട് വേർക്കുന്നൊരു എക്സസൈസ്, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല പോസിറ്റീവായ ചിന്തകൾ കൊണ്ടിരിക്കുക. ഈ പറയുന്ന ഞാനും ഇങ്ങനെയായിരുന്നു ഒരു സമയത്ത്. ഒത്തിരി അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയില്ലാത്ത അസുഖങ്ങളെല്ലാം വരുത്തി വയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നമുക്ക് ഒരു കൂട്ടുണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ടൊക്കെ നല്ല സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ കൂടെ പുറത്തു പോവുകയും സാധനങ്ങൾ മേടിക്കാൻ പോകും. നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്തെങ്കിലും എക്സസൈസ് നടക്കാൻ പോവുകയോ എന്തെങ്കിലുമൊക്കെ കളികളിലൊക്കെ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവം തന്നെ മാറും. നമ്മുടെ നേച്ചർ നമുക്ക് ഇച്ചിരി കൂടെ പോസിറ്റീവ് എനർജി വരും. നമ്മളിൽ ഒരു എന്താ പറയുക ഒരു സൗന്ദര്യം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കിന്നിന് വരെ ഉണ്ടാകും. ഹാപ്പി ഹോർമോൺ ഉണ്ടാകുന്നതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ തന്നെ മാറി വരും. അപ്പം നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വീഴാതെയോ പെറുക്കാതെയോ ഒക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കാൻ ശ്രമിക്കുക. കാരണം പ്രായമായിട്ട് ഓരോ വർഷം തോറും നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വീണ് പൊട്ടലും ഒടിയിലും ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അതൊക്കെ കൂടി വരാനൊക്കെ അതൊക്കെ ശരിയാകാനൊക്കെ ഇച്ചിരി താമസം വരും. അപ്പം അതൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂടെയുള്ള ആരാണോ അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അവരിൽ നിന്ന് ഒത്തിരി തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെയും കുടുംബജീവിതം ഒന്നും സന്തോഷകരമായിരിക്കില്ല. അപ്പം അതിനെയൊക്കെ പൊറുക്കാനും മറക്കാനും കഴിഞ്ഞതിനെ വിട്ടിട്ട് ഇനി വരുന്ന ഭാവിയെയും ഓർത്തുകൊണ്ടിരിക്കാണ്ട് അപ്പം നടക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. പിന്നെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഞാനെപ്പോഴും പറയണു, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാർദ്ധക്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാത്ത ഒരു സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. കുറച്ച് രൂപയാണെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒരു എമർജൻസി ഫണ്ട് പോലെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ തളർന്നു, എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ണാടിയിൽ നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് തന്നെ ഏത് സമയവും പറയാൻ ശ്രമിക്കുക, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ടേ പറ്റുള്ളൂ. എന്നെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നിങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. നമ്മളല്ലാണ്ട് പിന്നെ ആരിഷ്ടപ്പെടാനാണ് ഇല്ലേ. അപ്പം നമുക്കുള്ളതായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുക. ഒരു എക്സസൈസ് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കുകയും ഓടുകയും സന്തോഷം കാണുമ്പോൾ ചിരിക്കാനും നല്ല നല്ല തമാശകൾ കാണാനും കേൾക്കാനും നമ്മൾ എന്തെങ്കിലും തമാശ കോമഡിയൊക്കെ കാണുമ്പോൾ ഉറക്കെ ചിരിക്കാനും ഒക്കെ നമ്മൾ ശീലമാക്കി വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു മന്ത്രമായിട്ട് ഇതെടുക്കുക. നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മളെ നന്നാക്കാൻ നമുക്കേ സാധിക്കുള്ളൂ. ധാരാളം വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖമൊക്കെ മാറുമെന്നേ ഉറപ്പായ കാര്യമാണ്. നമുക്കൊരു സന്തോഷം വരും. അല്ലാതെ ഇല്ലായ്മ ഓർത്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവും ആരും കൊണ്ടുത്തരികയില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എത്ര പ്രായമായാലും പറ്റുന്ന പോലെ ചെയ്യുക. നമുക്ക് മക്കൾ സഹായിച്ചില്ല അല്ലെങ്കിൽ അവരെന്നെ തിരിഞ്ഞു നോക്കിയില്ല, അവരെന്നെ അങ്ങനെ തഴഞ്ഞു, അവരെ സഹോദരങ്ങൾ നോക്കിയില്ല, അല്ലെങ്കിൽ അച്ഛൻ നോക്കിയില്ല, അമ്മ ഇതിലൊന്നും ഒരർത്ഥമില്ല കേട്ടോ. ഇതിനൊന്നും അർത്ഥമില്ല. അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്. അവർക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് 2 കൈയും കാലും തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് സംസാരിക്കാൻ നാവ് തന്നിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ കണ്ടെത്തുക. എന്നും പറ്റിയില്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലെങ്കിലും തുറന്നുക. എന്നിട്ട് നമുക്ക് കുറച്ച് എളുപ്പമൊന്നും നാളെ ആയിട്ടൊന്നും നമുക്കൊരു വരുമാനം കിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൊച്ചു കൊച്ചു തുകകളായിട്ട് കിട്ടും. അപ്പോഴൊരു നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ ശ്രമിക്കുക. നിരാശപ്പെട്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയാനുള്ളത് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. ഒത്തിരി പേര് സന്തോഷവാന്മാരായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ജീവിതം സന്തോഷത്തോടെ കഴിയുന്നവർ കാണാം. പക്ഷേ അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നിരാശകളും കാണും കേട്ടോ. എങ്കിലും പരമാവധി ശ്രമിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എല്ലാവർക്കും